മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, മംഗളവാർത്തക്കാലം 3-ാം ഞായറാഴ്ച ഇന്ന് നമുക്ക് തിരുസഭ നൽകുന്ന ദൈവവചനം ലൂക്കാസ് സുവിശേഷം 1-ാം അധ്യായം 57 മുതൽ 66 വരെയുള്ള തിരുവചനങ്ങളാണ്. സ്നാപക യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ച് ഉള്ള വിവരണമാണ് നമ്മൾ ഈ സുവിശേഷ ഭാഗത്ത് വായിച്ചു കേൾക്കുന്നത്. സ്നാപക യോഹന്നാൻ്റെ ജനനത്തെ സംബന്ധിച്ച് തിരുവചനം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ധ്യാനിക്കേണ്ട ഒരു വചനമാണ് ലൂക്ക 1:20. പുരോഹിതനായ സക്കറിയ സ്നാപക യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് ഗബ്രിയേൽ മാലാഖയുടെ കേട്ടപ്പോൾ ലൂക്ക 1:20 പറയുന്നു, യഥാകാലം പൂർത്തിയാകേണ്ട ഈ വചനം അവിശ്വസിച്ചതിനാൽ നീ മൂകനായിത്തീരും. ഇവ സംഭവിക്കുന്നത് വരെ സംസാരിക്കുവാൻ നിനക്ക് സാധിക്കുകയില്ല. അങ്ങനെ മൂകനായിത്തീർന്ന സക്കറിയ പുരോഹിതൻ സ്നാപക യോഹന്നാൻ്റെ ജനനത്തിന് ശേഷം ലൂക്ക 1:63 ഒരു എഴുത്തുപലക വരുത്തി സ്നാപക യോഹന്നാൻ്റെ പേര് യോഹന്നാൻ എന്ന് എഴുതുമ്പോഴാണ് ലൂക്ക 1:64 സക്കറിയായുടെ നാവ് സ്വതന്ത്രമാക്കപ്പെട്ടു. അവൻ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. ലൂക്ക 1:13 നമ്മൾ വായിക്കുന്നുണ്ട്, ഗബ്രിയേൽ മാലാഖ സക്കറിയ പുരോഹിതനോട് പറയുന്നുണ്ട്, നിന്റെ ഭാര്യ വന്ധ്യയായ എലിസബത്ത് ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, നീ അവന് യോഹന്നാൻ എന്ന് പേര് നൽകണം. ദൈവവചനം അവിശ്വസിച്ചപ്പോൾ മൂകനായിപ്പോയ, സംസാരശക്തി നഷ്ടപ്പെട്ട സക്കറിയായുടെ നാവ് ദൈവവചനം വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യുമ്പോൾ സ്വതന്ത്രമാക്കപ്പെടും. പ്രിയപ്പെട്ട, നമ്മുടെ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ പല തടസ്സങ്ങളും ബന്ധനങ്ങളും ഒക്കെ വരുന്നതിൻ്റെ വഴി ദൈവവചനത്തിനെതിരെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ്. സംഖ്യയുടെ പുസ്തകം 21:3 മുതലുള്ള വചനത്തിൽ ഇസ്രായേൽ ജനം മോശയ്ക്കെതിരെ, ദൈവം നൽകിയ വിശുദ്ധ മന്നയ്ക്കെതിരെ പെറുപിറുത്തപ്പോഴാണ് അവരുടെ ഇടയിലേക്ക് ആഗ്നേയ സർപ്പങ്ങൾ കടന്നു വന്നത്. നമ്മുടെ ജീവിതത്തിലും പൈശാചിക ശക്തികൾ കടന്നു വരുന്ന ഒരു വഴി ദൈവവചനത്തിനെതിരെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ്. റോമാലേഖനം 4:21 നമ്മൾ വായിക്കുന്നുണ്ട്, പിതാവായ അബ്രാഹത്തെക്കുറിച്ച് പറയുകയാണ്, വാഗ്ദാനം നിറവേറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് അവന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. 4:20 പറയാണ്, വിശ്വാസമില്ലാത്തവനെ പോലെ അവൻ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരായി ചിന്തിച്ചില്ല. ദൈവവചനത്തിൽ വിശ്വസിക്കുക, ദൈവവചനം അനുസരിക്കുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ പല തടസ്സങ്ങളും മാറും. വചനം സ്വീകരിക്കുക. യോഹന്നാന്റെ സുവിശേഷം 8:36 വചനം പറയുന്നു, പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാക്കും. പുത്രൻ എന്ന് പറഞ്ഞാൽ ദൈവവചനം തന്നെയാണ്. വചനത്തിൽ വിശ്വസിക്കുക. അപ്പോൾ നമുക്ക് ആത്മീയമായിട്ടുള്ള വിടുതൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 5-ാമത്തെ തിരുവചനത്തിൽ പരിശുദ്ധ അമ്മ പറഞ്ഞു, അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ദൈവവചനം അനുസരിക്കുക. ലൂക്കാസ് സുവിശേഷം 5:5 പത്രോസിഹായെക്കുറിച്ച് പറയുകയാണ്. പത്രോസ് യേശുവോട് പറഞ്ഞു, രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, എങ്കിലും നീ പറയുന്നതനുസരിച്ച് ഞാൻ വലയിറക്കാം. വലയിറക്കിയപ്പോൾ അവർക്ക് വല നിറയെ മത്സ്യം കിട്ടി. ഇന്നത്തെ പഴയ നിയമത്തിൽ ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 2 മുതലുള്ള വചനത്തിൽ സാംസന്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പാണ്. സാംസന്റെ പിതാവായ മനോവയുടെ വന്ധ്യയായ ഭാര്യ, അപ്പോൾ അവർക്ക് സാംസന്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് ദൈവവചനത്തിലൂടെ ദൈവദൂതൻ കൊടുക്കുമ്പോൾ അവരോട് പറയുന്ന കാര്യങ്ങളുണ്ട്. നിങ്ങൾ അശുദ്ധമായതൊന്നും ചെയ്യരുത്, ലഹരിയുള്ള വസ്തുക്കൾ കഴിക്കരുത്. അപ്പോൾ ആ വചനത്തിൽ പറയുന്ന കാര്യങ്ങൾ അവർ പൂർണ്ണമായും അനുസരിക്കുമ്പോഴാണ് ഏറ്റവും ശക്തനായ പുത്രൻ അവർക്ക് ജനിക്കുന്നത്. ഇന്ന് പലപ്പോഴും തലമുറകളിൽ ദൈവത്തിൻ്റെ അഭിഷേകം കുറഞ്ഞു പോകുന്നതിൻ്റെ
ഒരു കാരണം, അവർ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ അവരുടെ ചുറ്റുപാടുകളിൽ അവരുമായി ബന്ധപ്പെട്ട വ്യക്തികളിൽ ദൈവവചനം പൂർണ്ണമായി പാലിക്കപ്പെടുന്നില്ല എന്നുള്ള ഒരു വസ്തുത ശരിയാണ്. കുഞ്ഞുങ്ങൾ ഉദരത്തിലായിരിക്കുമ്പോൾ കുടുംബത്തിലുള്ള എല്ലാവരും, തിരുസഭയിലുള്ള എല്ലാവരും ദൈവവചനം പൂർണ്ണമായി പാലിക്കുമ്പോൾ അഭിഷേകമുള്ള തലമുറകൾ സ്നാപയോഹന്നാനെ പോലെ നമുക്ക് ലഭിക്കുന്നു. ലൂക്കാസ് സുവിശേഷം 1:64 അവിടെ സക്കറിയ ദൈവത്തിൻ്റെ വചനം അനുസരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ നാവ് സ്വതന്ത്രമാക്കി അവൻ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. ആര് ദൈവവചനം അനുസരിക്കുന്നുവോ അവരുടെ ആത്മാവിലുള്ള തടസ്സങ്ങൾ മാറി അവർ ദൈവത്തെ വാഴ്ത്തും. ലൂക്കാസ് സുവിശേഷം 1:38 മറിയം പറഞ്ഞതാ, കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ ഭവിക്കട്ടെ. ലൂക്ക 1:46-47 പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയാണ്, എൻ്റെ ചിത്തം എൻ്റെ എൻ്റെ ആത്മാവ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. നമ്മുടെ ആത്മാവ് ദൈവത്തെ മഹത്വപ്പെടുത്തണമെങ്കിൽ പ്രിയമുള്ളവരെ ദൈവവചനം സ്വീകരിക്കുകയും അനുസരിക്കുകയും വഴി നമ്മുടെ ആത്മാവ് സ്വതന്ത്രമാക്കപ്പെടണം. മർക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള 15 വരെയുള്ള വചനത്തിൽ ലഗിയോൻ ബാധിച്ച ആ മനുഷ്യനോട് കർത്താവായ യേശു വചനം പറഞ്ഞപ്പോൾ അവന് വിടുതലുണ്ടായി. ലൂക്ക 1:15 അപ്പോൾ അവിടെ വചനം പറയുന്നു, അവൻ സുബോധത്തോടെ വസ്ത്രം ധരിച്ച് യേശുവിൻ്റെ കാൽപാദത്തിനടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ വചനം വരുമ്പോൾ നമുക്ക് ആത്മീയ സ്വാതന്ത്ര്യം ഉണ്ടാകുന്നു. നമ്മൾ ഈശോയോട് അടുത്തിരിക്കുന്നു. അതാണ് മറിയത്തിൽ നിന്ന് ലൂക്ക 8:3 കർത്താവ് 7 പിശാചുക്കളെ പുറത്താക്കി. ലൂക്ക 10:39 മറിയം കർത്താവിൻ്റെ കാൽക്കരിരുന്നു കൊണ്ട് അവിടുത്തെ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കും ദൈവവചനം സ്വീകരിക്കുമ്പോൾ ആത്മീയ സ്വാതന്ത്ര്യമുണ്ടാകും. നമ്മൾ ദൈവത്തെ വാഴ്ത്തും. ലൂക്ക 1:67 സക്കറിയയെക്കുറിച്ച് പറയാണ്, അവൻ്റെ പിതാവായ സക്കറിയ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് പ്രവചിച്ചു. സക്കറിയയുടെ ജീവിതത്തിലെ 3 കാര്യങ്ങളാണ്. അവൻ ദൈവവചനം വിശ്വസിച്ചു, അനുസരിച്ചു. അപ്പോൾ അവൻ്റെ നാവ് സ്വതന്ത്രമാക്കപ്പെട്ടു, ആത്മീയ സ്വാതന്ത്ര്യം ഉണ്ടായി. 2 അവൻ ദൈവത്തെ വാഴ്ത്തി പാടി. 3 അവൻ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് പ്രവചിക്കാൻ തുടങ്ങി. നമുക്ക് ദൈവവചനം വഴി ആത്മീയ വിടുതൽ, സ്വാതന്ത്ര്യം ലഭിക്കുക, ദൈവത്തെ വാഴ്ത്തുക. 3 പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് പ്രവചിക്കുക എന്ന് പറഞ്ഞാൽ ആത്മീയ വരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുക. അതാണ് ഈ മംഗളവാർത്തക്കാലത്തിൻ്റെ 3-ാം ഞായറാഴ്ച തിരുസഭ നമ്മളോട് പറയുന്നത്. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം സ്വീകരിക്കാൻ നമ്മുടെ ഹൃദയം തുറക്കപ്പെടാം. ലൂക്കാസ് സുവിശേഷം 24:49 പറയുന്നുണ്ടല്ലോ, ദൈവവചനം സ്വീകരിക്കാൻ തക്കവിധം അവിടുന്ന് അവരുടെ മനസ്സ് തുറന്നു. ദൈവവചനം ഗ്രഹിക്കാൻ തക്കവിധം അവിടുന്ന് അവരുടെ മനസ്സ് തുറന്നു. സക്കറിയായുടെ നാവ് സ്വതന്ത്രമാക്കപ്പെട്ട പോലെ നമ്മുടെ ആത്മീയതത്തിൻ്റെ തടസ്സങ്ങൾ, ബന്ധനങ്ങൾ, തകർച്ചകൾ എല്ലാം ദൈവവചനം സ്വീകരിക്കുന്നതിലൂടെയും അനുസരിക്കുന്നതിലൂടെയും സ്വതന്ത്രമാക്കപ്പെടട്ടെ. സങ്കീർത്തനം 107:20 അവിടുന്ന് എൻ്റെ വചനമയച്ചവരെ സുഖപ്പെടുത്തി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ഭവനത്തിൽ വചനം വായിക്കുമ്പോൾ, വചനം വിശ്വസിക്കുമ്പോൾ, വചനം അനുസരിക്കുമ്പോൾ നമുക്ക് ആത്മീയ വിടുതലുകൾ, സ്വാതന്ത്ര്യം ലഭിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 11:40 വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ. ദൈവവചനത്തിൽ വിശ്വസിക്കുക, ദൈവമഹത്വം നമുക്ക് കാണാൻ പറ്റും. ഈ വലിയൊരു കൃപ കിട്ടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.